പക്വതയുള്ള വ്യക്തിയാണ്. പിക്നിക്കിന്റെ ഇൻസിഡന്റിന് ശേഷം നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത രീതി അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. ഞാൻ ഒരുപാട് പ്രൗഡ് ഫീലും ചെയ്യും. നിങ്ങളെ അമ്മ അനുഗ്രഹിക്കും. പക്ഷെ എന്നെ ഒരുപാട് വഴക്ക് പറയും. വഴക്ക് പറയുന്നത് ആന്റി ഇത് അറിഞ്ഞാലല്ലേ? നമ്മളിത് പറയുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഭയക്കുന്ന എന്തിനാ? ഞാനും പറയുന്നില്ല, നീ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നില്ല. ആന്റി അറിയത്തില്ല, നിന്നെ വഴക്ക് പറയുകയില്ല. പ്രോബ്ലം സോൾവ്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്നോ, നമ്മുടെ ഇടയിൽ ഇപ്പോ തെറ്റിദ്ധാരണകളൊന്നുമില്ല. അല്ല പ്രീത, നീയല്ലേ പറഞ്ഞിട്ടുള്ളത് എല്ലാ ബന്ധങ്ങളും വിശ്വാസത്തിൽ ഉറച്ചതാണെന്ന്? അന്ന് തന്നെ ഞാനും തീരുമാനിച്ചു, ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി വിശ്വാസത്തിന് നൽകുമെന്ന്. എനിക്ക് വലിയ തെറ്റാ സംഭവിച്ചത്. ഞാനും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളെ വിശ്വസിക്കും. കിരൺ, നീ അവിടെ എന്താ ചെയ്യുന്നത്? വെയിറ്റ്, ഐ ആം ഡാം ഷുവർ നീ ഞങ്ങളെ രണ്ടാളെ സീ ഓഫ് ചെയ്യുകയല്ലേ? ദിസ് ഈസ് സോ സ്വീറ്റ് ഓഫ് യു. ബട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോവുകയാണ്. ബൈ ദ വേ, ദ പാർട്ടി വാസ് അമേസിംഗ്. താങ്ക് യു വെരി മച്ച്. വരൂ പ്രീത, നമുക്കിറങ്ങാം. കം. ഇതാ, ഒരു തവണ അവൻ ആരാണെന്ന് അറിഞ്ഞ അവനെ ഞാൻ വിടില്ല, ഉറപ്പാണ്. വയസ്സായെങ്കിലും ഇപ്പൊ എന്താ, എനിക്കിന്നും പഴയ അതേ ശക്തിയുണ്ട്. അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ കണ്ടോ ഞാൻ അവനെ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ആ, അങ്ങനെ തന്നെ. ശ്രമിക്ക് മോളെ, ശ്രമിക്ക്. അയ്യാണോ എഴുതുന്നത്? അയ്യിലാണോ അവന്റെ പേര് തുടങ്ങുന്നത്? ഇല്ല, വേറെ എന്തോ ആണ് എഴുതുന്നത്. എന്താണ് എഴുതുന്നത്? എനിക്ക് തോന്നുന്നു പി ആണെന്നാണ്. അവന്റെ പേര് പിയിലാണോ തുടങ്ങുന്നത്? എന്തെന്നാ പേര്? രണ്ട് പിയോ? ആറ്. പ്രശാന്ത്, പ്രണവ്, പ്രകാശ്. ഇതെന്താ? അതായത് പി ആർ ഐ. പൃഥ്വി. എന്ത് പറ്റി ജാനകി? എന്ത് പറ്റി? ഇല്ല മോളെ, സമാധാനമായിരിക്കും, ഒന്നുമില്ല. വെള്ളം കുടി, കുടിക്ക്. കുടിക്ക്. എന്തു പറ്റി? സമാധാനപ്പെട്, സമാധാനമായിരിക്കും ജാനകി. എന്നോട് ക്ഷമിക്കൂ, നിന്നെ നിർബന്ധിച്ച ആളെ കണ്ടുപിടിക്കാൻ നോക്കി. സമാധാനിക്കും മോളെ, സമാധാനപ്പെടു. എന്റെ ദൈവമേ, എന്തിനാ ഞാൻ ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്? പൃഥ്വി അല്ല, പൃഥ്വി എന്നാണോ? ഇത് അയ്യാണോ? അത് വേറെ എന്തെങ്കിലും എഴുതാനാണോ ഉദ്ദേശിച്ചത്? ഇല്ല ഇല്ല, ഇനി ഈ ആണോ? പ്രീത, പ്രീതയ്ക്ക് അറിവുണ്ടാവുമോ ജാനകിയോട് ഇതാരാണീ ചെയ്തതെന്ന്? അതെങ്ങനെയാ? ഇത്രയും വലിയ കാര്യം അവൾ ഒളിപ്പിക്കുമോ? അവൾക്കറിയുമെങ്കിൽ ഞങ്ങളോട് പറയില്ലേ? പൃഥ്വി. ആ, പൃഥ്വിക്ക് അറിയാമായിരിക്കും ജാനകിയോട് ഇത് ആരാണീ ചെയ്തതെന്ന്. പക്ഷെ അവൻ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പൃഥ്വിയോട് തന്നെ ചോദിക്കും. ഇല്ല ഇല്ല, ജാനകിയാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് ഞാൻ അവനോട് ഒരിക്കലും പറയാൻ പോകുന്നില്ല. ഞാൻ അവനോട് നേരിട്ട് ചോദിക്കും. പറയ്, ആരാണ് ആ മനുഷ്യൻ? ഞങ്ങളുടെ ജാനകിയെ ഈ അവസ്ഥയിലാക്കിയവൻ ആരാണ്? എനിക്കതറിയണം. ബേബി, നീ ഈ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നത്? വീട്ടിൽ ആരുമില്ല, ഇങ്ങനെ പേടിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നോട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചോദിക്കാനാ വന്നത്. നീയും പ്രീതയും ഗസ്റ്റ് റൂമിൽ രഹസ്യമായി എന്ത് ചെയ്യായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ ഷെർലിൻ ബേബി എങ്ങനെ അറിഞ്ഞു? ഐ മീൻ ടു സേ, ഞാൻ ആ കിരൺ
ആ ഇറിറ്റേറ്റിംഗ് കവിതയുമായി സംസാരിക്കുന്ന കേട്ടതാ. അവൻ പറഞ്ഞെന്താന്ന് വെച്ചാ നീ പ്രീതയെ ഒറ്റയ്ക്ക് കാണാനേ ഗസ്റ്റ് റൂമിലേക്ക് വിളിപ്പിച്ചെന്നാ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവൻ അവളെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുന്ന കണ്ടു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു പ്രീത എപ്പോഴാ ഇത്രയും മോഡേൺ ആയിരുന്നു. അത് നിന്നെ ഒറ്റയ്ക്ക് കാണാനും മാത്രം. ഓ, അതായത് ആ കിരൺ മനഃപൂർവ്വം പ്രീതയെ അങ്ങോട്ട് അയച്ചതാണ്, ഞാൻ കയ്യോടെ പിടിക്കപ്പെടാൻ. ആ തെമ്മാടിയെ ഞാനുണ്ടല്ലോ. ഞാൻ നിന്നോടാ ചോദിക്കുന്നേ പൃഥ്വി, നീയും പ്രീതയും ഗസ്റ്റ് റൂമിൽ എന്ത് ചെയ്യായിരുന്നു? ഒന്നുമില്ല, ഒന്നും തന്നെയില്ല ബേബി. ഇൻഫാക്ട് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവൾ അങ്ങോട്ടേക്ക് വരുമെന്ന്. നിനക്കറിയോ, അവൾ അങ്ങോട്ടേക്ക് വന്നപ്പോ ഞാൻ പ്രീതയോട് പറഞ്ഞു, പ്രീത നിന്നെ എന്നെയും നമ്മളിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കണ്ടാൽ, ആരെങ്കിലും കണ്ടാൽ എന്താ ചിന്തിക്കാന്ന്. ഞാൻ അപ്പൊ തന്നെ അവളുമായി അവിടെ നിന്ന് പോയി. ആൻഡ് ബേബി നിനക്കറിയോ, ഐ എം ഡാം ഷുവർ ഇതാ കിരണിന്റെ പ്ലാനിങ് ആയിരിക്കും. ഞങ്ങൾ അവിടെ എന്നെയും പ്രീതയും ആരെങ്കിലും ഒറ്റയ്ക്ക് കണ്ട് അങ്ങനെ കാണുമ്പോൾ എല്ലാരും തെറ്റേ ചിന്തിക്കുമല്ലോ. ബട്ട് നീ ടെൻഷൻ ആവണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആൻഡ് ബേബി ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. ഒരു കാര്യം ചെയ്യ് പ്ലീസ്, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുതരാമോ? വല്ലാതെ ദാഹിക്കുന്നു എനിക്ക്. യെസ് ബേബി. ക്രിക്കറ്റ് കളിക്കാരൻ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? നീ വീണ്ടും പൃഥ്വിക്കിട്ട് പണി തരാൻ വന്നല്ലേ? നീ നിന്റെ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തിരിക്കുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം നീയും ആ മാനസും തമ്മിൽ എന്താ നടക്കുന്നതെന്ന്. അതിനിപ്പോ എന്താ? നിനക്കറിയാമെങ്കിൽ എനിക്കറിയാം നിനക്കറിയാം. അതിനെന്താ? കിരൺ, നീ എന്റെ നല്ലൊരു സുഹൃത്താണെങ്കിൽ പ്ലീസ് ഇനി ഒരു വാക്ക് പോലും വേണ്ട. ഇനി നീ ഒന്നും പറയില്ല. പക്ഷെ പ്രീത, ഐ എം റിയലി സോറി. നിങ്ങളെ ഞാൻ പറഞ്ഞതിനൊക്കെ എനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. പറയൂ. So sad. I feel so sad for you, the cricketer. നോക്ക് പൃഥ്വി നിന്നെ ഏത് അവസ്ഥയിലാക്കിയെന്ന്. നിന്റെ ഹൃദയവേദന എനിക്കിവിടെ നിന്ന് കേൾക്കാം. നിനക്കറിയാമോ, നിന്നെ എന്റെ മുന്നിൽ വെച്ച് കണ്ടപ്പോണ്ടല്ലോ നിന്റെ കവാലക്കുറ്റിക്കിടൊരെണ്ണം തരാൻ എനിക്ക് തോന്നിയത്. നീ നിന്നെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചു. കേട്ടോ, സ്വയം നീ വളരെ സ്മാർട്ടാണെന്ന് വിചാരിക്കണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം നീയാണ് പ്രീതയെ ഗസ്റ്റ് റൂമിലേക്ക് അയച്ചതെന്ന്. ആൻഡ് ഐ എം ഡാം ഷുവർ നിനക്കറിയായിരുന്നു ഞാൻ വേറൊരു പെണ്ണുമായി അവിടെ ഉണ്ടെന്ന്. പക്ഷെ എന്തുപറ്റി? സോ സാഡ്. ഐ ഫീൽ സോ സാഡ് ഫോർ യു. നിന്റെ പ്ലാൻ വീണ്ടും ഫെയിലായി പണ്ടാരടങ്ങി. ദ കിരൺ നമ്പ്യാർ, മൈ ഫുട്ട് ലൂസർ കിരൺ നമ്പ്യാർ. ഇല്ലില്ല, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഐ നോ നീ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്, നിനക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന്. ശരി, ഞാൻ നിന്റെ ജോലി എളുപ്പമാക്കി തരാം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്യ്. ഞാൻ നിനക്ക് ഇൻവിറ്റേഷൻ കാർഡ് തന്നില്ലേ നിശ്ചയത്തിന്റെ? നീ ആ ഇൻവിറ്റേഷൻ കാർഡിനെ റെസ്പെക്ട് ചെയ്ത് നിശ്ചയത്തിന് വരണം. എന്നിട്ട് അവിടെ വന്നിട്ട് എനിക്കും പ്രീതയ്ക്കും ഒരുപാട് ആശംസകൾ പറയണം. അതല്ലാതെ നീ അവിടെ നിന്ന് വേറെ എന്തെങ്കിലും സ്മാർട്ട്നെസ് കാണിച്ചാലുണ്ടല്ലോ, നിന്നെ തൂക്കിപ്പറക്കി എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി ഞാൻ എടുത്ത് വെളിക്കളെ പറഞ്ഞേക്കാം. അതുമാത്രമല്ല, ഇത് ചിലപ്പോ എന്റെ ഭാര്യയാകാൻ പോകുന്ന മന്ദബുദ്ധി മരക്കഴുത പ്രീത തന്നെ ചെയ്യും. Get that? So you better be careful. ഹലോ. എനിക്ക് തോന്നുന്നത് ആ കൊരങ്ങൻ ക്രിക്കറ്റർ ഗ്രൗണ്ടിൽ ബോൾ എറിയുന്ന പോലെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചെന്ന ഈ ചെറുക്കന്റെ കാര്യം. ഞാനെല്ലാം കേട്ടു. നീ കിരണിനോടല്ലേ സംസാരിച്ചത്? അല്ല, എന്തിനാ നീ എങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്കറിയാലോ, അവനൊരു സിംഹമാണ്, അതും ഒരു ഇടഞ്ഞ സിംഹം. അവനെ എത്രത്തോളം വട്ട് കളിപ്പിക്കുന്നോ അത്രത്തോളം ദേഷ്യം ഉണ്ടാവും. പിന്നെ അവൻ ഇൻസൾട്ടിന്റെ പക തീർക്കാൻ ഡബിൾ സ്പീഡിൽ വരെയും ചെയ്യും. നിനക്കറിയാലോ, ഇടഞ്ഞ സിംഹത്തിന്റെ അറ്റാക്ക് എത്ര കഠിനമായിരിക്കുമെന്ന്. അവൻ നിന്റെ കഥ കഴിക്കും. നീ അവന്റെ ഗേൾഫ്രണ്ടോ അത് എന്റെയോ? ചുമ്മാ അവന്റെ പേര് പറഞ്ഞ് എന്നെന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ബേബി, ഞാൻ നിന്നെ പേടിപ്പിച്ചതല്ല.
ഞാൻ നിന്നെ സമാധാനിപ്പിച്ചതാ. ഓവർ കോൺഫിഡൻസിനേക്കാൾ വലിയ ശത്രു വേറെയില്ല. കിരണിന്റെ കാര്യം കളഞ്ഞേക്ക്, എന്നിട്ട് നിന്റെ നിശ്ചയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ ബേബി, ബേബി നിനക്കറിയാലോ ഈ സമയം എങ്ങനെയായാലും നിന്റെ പൃഥ്വിയുടെ വിജയം മാത്രമേ നടക്കുകയുള്ളൂ. അവരാണെങ്കിൽ തോക്കാൻ മാത്രമേ സമയം കാണൂ. ആ കഴുത ക്രിക്കറ്റ് പ്ലെയർ ഒരവസരം വെറുതെ വിടില്ല. എന്നെ തോൽപ്പിക്കാനുള്ള ഒരവസരം അവൻ വെറുതെ വിടില്ല. മാത്രമല്ല എന്നെ ചലഞ്ച് ചെയ്യാനും. പക്ഷെ ശരിക്കും സംഭവിക്കുന്ന എന്താ? അവൻ അവന്റെ എല്ലാ ചലഞ്ചിലും എല്ലാ പ്ലാനിലും തോറ്റു പോവുകയാണ്. എന്തു ചെയ്യാനാ പാവം. പേടിച്ച് തോറ്റു തൊപ്പിയിടാനും മാത്രമായിരിക്കും അവന്റെ ജീവിതം ബാക്കി. ഐ വിഷ് ഈ സമയത്ത് എനിക്കൊരു മുഖം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവന്റെ അവസ്ഥ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇത് മുഴുവൻ നീ കാരണമാ പ്രീത. നീ കാരണമാ ആ ബ്ലഡ് ലൂസർ ഇതെല്ലാം എന്നെ പറഞ്ഞത്. പക്ഷെ നിനക്ക് മാത്രം സത്യം കാണാൻ കഴിയുന്നില്ല. ആഹാ, നിങ്ങൾ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? അയ്യോ, സൂപ്പർ പാർട്ടി ആയിരുന്നു മുത്തശ്ശി, നല്ല രസമായിരുന്നു. ശരി, വളരെ നന്നായി നിങ്ങൾ ഒരുമിച്ച് വന്നത്. എനിക്ക് നിങ്ങളെ ഒരു കാര്യം കാണിക്കണം. ഇത് നോക്ക്, ഇത് ജാനകി എഴുതിയതാണ്. എന്താ പറഞ്ഞേ? ആ, അത് ഞാൻ ജാനകിയോട് സംസാരിക്കുകയായിരുന്നു. അവളോട് ഞാൻ ഇന്ന് രാത്രിയിലെ പ്രീതയുടെ നിശ്ചയത്തെ പറ്റി സംസാരിക്കുകയായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ അവളെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന്, അതും പറഞ്ഞു. അവളുടെ അവസ്ഥ അതാണല്ലോ. പക്ഷെ അത് കേട്ട ഉടനെ അവളുടെ മുഖമൊക്കെ അങ്ങ് മാറി. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അവൾക്ക് എന്തോ പറയാനുള്ള പോലെ കാണിച്ചു. ജാനകിയുടെ അവസ്ഥ കണ്ട് ഞാൻ അവളോട് ചോദിച്ചു, നീ അയാളുടെ പേര് പറയാനാണോ ശ്രമിക്കുന്നതെന്ന്. അവളിത് ഇങ്ങനെ കാണിച്ചു കണ്ണ്. അതേ എന്ന് പറയുന്ന പോലെ. സർള, ഞാൻ ആകെ വല്ലാതായി. ഞാൻ അവളെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കും? നിനക്ക് ഓർമ്മയില്ലേ സർള, കുറച്ചു വർഷം മുമ്പ് ഞാൻ അവളെ ABCD എഴുതാൻ പഠിപ്പിച്ചത് അല്ലേ? ആ, ഇത് നോക്ക്. ഇതോ? അതെ, PR. അതുമാത്രമല്ല, P വെച്ച് ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നത് ഈ ജാനകി പറയാൻ ആഗ്രഹിക്കുന്നത് പ്രീത അല്ലെങ്കിൽ പൃഥ്വി, ഇവരിൽ ആർക്കോ അയാളെ പറ്റി അറിയാം. അവളെ കൊല്ലാൻ ശ്രമിച്ച ആ ആളെ പറ്റി. ഇല്ല മുത്തശ്ശി, എനിക്കറിയില്ല. എനിക്കറിയാമായിരുന്നെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ മിണ്ടാതിരിക്കില്ലല്ലോ. ശരിയാ മോളെ, ബട്ട് ഇങ്ങനെയും ആവാലോ. ഈ പൃഥ്വിക്ക് ആ ആളെ പറ്റി അറിയാമെങ്കിലോ? മുത്തശ്ശി, ഇനിയിപ്പോ ഇങ്ങനെ ആവാലോ. ഇത് ഐ തന്നെ ആണെങ്കിലോ? ജാനകിയാണ്ടി പൃഥ്വിന്ന് എഴുതാനാണ് ഉദ്ദേശിച്ചതെങ്കിലോ? ജാനകിയാണ്ടി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആന്റിയെ കൊല്ലാൻ ശ്രമിച്ചത് പൃഥ്വിയാണെന്നാണെങ്കിലോ? നീ പറഞ്ഞു വരുന്നത് പൃഥ്വിയെ സംശയമുണ്ടെന്നാണോ? അല്ല പ്രീത, നീയല്ലേ പറഞ്ഞിട്ടുള്ളത് എല്ലാ ബന്ധങ്ങളും വിശ്വാസത്തിൽ ഉറച്ചതാണെന്ന്. അന്ന് തന്നെ ഞാനും തീരുമാനിച്ചു, ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി വിശ്വാസത്തിന് നൽകുമെന്ന്. നീ ഇതെന്താ പറയുന്ന സൃഷ്ടി? നിനക്കെന്താ വട്ടായോ? ഇങ്ങനെ പൃഥ്വിയെ പറ്റി പറയാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും വലിയ തെറ്റാണ്. PR എന്നാ എഴുതിയത്. അതിൽ തുടങ്ങുന്ന വേറെ എത്ര പേരുണ്ടാകും? ചേച്ചി, പക്ഷെ രണ്ട് കാര്യങ്ങൾ ആവാനേ സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ പ്രീത അല്ലെങ്കിൽ പൃഥ്വി. പ്രീത എന്തായാലും ആവില്ല. നിനക്ക് തലയ്ക്ക് വട്ടുണ്ടോ? എന്താ തോന്നുന്നത്? അതൊക്കെ വിളിച്ചു പറയാന്നാണോ സൃഷ്ടി? നിനക്കറിയാലോ നീ ആരെ പറ്റിയാ പറയുന്നെന്ന്. കുറച്ചു നേരോടി കഴിഞ്ഞാ നിശ്ചയം നടക്കാൻ പോവാണ് അവന്റെയും പ്രീതയുടെയും. ഈ വീട്ടിൽ വരാൻ പോകുന്ന മരുമകനാവൻ, നിന്റെ വരാൻ പോകുന്ന ചേട്ടൻ. അതുകൊണ്ട് അവരെ അല്പമെങ്കിലും ഒന്ന് ബഹുമാനിക്കുന്നേ. ഞാൻ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം സിന്ദൂരഭാഗ്യം മാരേജ് ഹാൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഉയർത്തിയതെന്ന്. ആ ശ്രാവണേട്ട സഹായിച്ചില്ലായിരുന്നെങ്കിൽ അറിയില്ല ഇപ്പോഴും ഈ നിശ്ചയം എങ്ങനെ നടത്തുമായിരുന്നു എന്ന്. ഭാഗ്യം കൊണ്ട് ഇങ്ങനെയെല്ലാം ശരിയായി വന്നു. എന്നാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറച്ച് ബാക്കിയുണ്ട്. അതിഥികൾ വരാൻ പോവാണ്, എല്ലാവരും വരാൻ പോവാണ്. നമ്മളാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. എനിക്കറിയാം നിശ്ചയം ഒന്ന് കഴിഞ്ഞാ അപ്പൊ നമുക്ക് പൃഥ്വിയോട് ചോദിക്കാം. പക്ഷെ അതുവരെ ആരും ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയരുത്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം പറയാനുള്ള ഒരു അവസരമല്ല. പ്ലീസ്, നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് പ്രീത മോള് പോയി റെഡിയാവാൻ നോക്ക്. ദേ പൃഥ്വിയൊക്കെ ഇപ്പൊ റെഡിയായി കാണും. അവരെല്ലാം ഇപ്പൊ വരുന്നുണ്ടാകും. നിങ്ങളൊന്ന് വേഗം ചെല്ല്. എന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ? ചെല്ല് വേഗം ചെല്ല്. ദേ അമ്മേ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാണോ? നിങ്ങളും പോയി തയ്യാറാവ്. ഇല്ല ബേബി, ഒരിക്കലും ഇല്ല. ഞാൻ എങ്ങനെയായാലും അവൾ ഇതൊന്നും അറിയാതെ നോക്കിയേ തീരൂ. അവൾ ഈ കാര്യങ്ങളെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ ബന്ധം അവള് വേണ്ടെന്ന് വെക്കും. പിന്നെ ടക്കനെ ഈ ബന്ധം അവസാനിപ്പിക്കും. എനിക്ക് അവന്റെ എല്ലാ പ്ലാനും, എല്ലാ സൂത്രങ്ങൾക്കും, എല്ലാ ചലഞ്ചിനും അലേർട്ടായിരിക്കണം. കാം ഡൗൺ ബേബി, നീ തെറ്റായിട്ടാ ചിന്തിക്കുന്നത്. ഇന്ന് നിന്റെ നിശ്ചയം നടന്ന അതിനുശേഷം പ്രീതയോ അവളുടെ അമ്മ വിചാരിച്ചാൽ പോലും ഈ ബന്ധം തകർക്കാൻ കഴിയില്ല. നിനക്കറിയോ എന്തുകൊണ്ടാന്ന്?
കാരണം ഈ മിഡിൽ ക്ലാസ് ആൾക്കാർ നിശ്ചയത്തെ ഹാഫ് കല്യാണമായാ കാണുന്നത്. നിശ്ചയം മുടക്കുന്നത് കല്യാണം മുടക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഈ ഇമോഷണൽ ആൾക്കാർക്ക് ഇത്രയും വലിയ കാര്യം സഹിക്കാൻ പോലും കഴിയില്ല. ഇനി കുറച്ചു നേരം കൂടി, അതിനുശേഷം കിരണിന്റെ ആ മിഷൻ ഉണ്ടല്ലോ, അത് എന്നേക്കുമായി ദി എൻഡായി മാറും. പാവം കിരൺ വളരെ ഡെസ്പറേറ്റ് ആയിരുന്നല്ലോ ഈ നിശ്ചയം തടയാൻ. ഇപ്പൊ മിഷനിൽ ഫെയിലായി പോയി. നീ ഇവിടെ? ഓ, ഇവൻ വീണ്ടും എന്നെ നിർബന്ധിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ പൃഥ്വിയുടെ പിറകെ പോകാനായിട്ട്. സത്യം പറ കിരൺ, നീ എന്തിനാ പ്രീതിയുടെയും പൃഥ്വിയുടെയും ബന്ധം തകർക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു മിനിറ്റ്, ഇനി നീ ഇങ്ങനെ പറയാൻ പോവുകയാണോ എന്റെ ആദ്യ പ്രണയം തിരികെ കെട്ടാൻ എന്നെ നീ ഹെൽപ്പ് ചെയ്യാണെന്ന്? സോ നിനക്കുണ്ടല്ലോ ഈ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. എനിക്ക് വളരെ നന്നായിട്ടറിയാം എന്റെ ആദ്യ പ്രണയം ഞാൻ എങ്ങനെ നേടണമെന്ന്. പിന്നെ നിന്റെ ഇൻഫർമേഷന് വേണ്ടി ഒരു കാര്യം പറയട്ടെ. പൃഥ്വി എന്റെ കൂടെ ഇന്ന് മുറിയിൽ ഒറ്റയ്ക്കുണ്ടായിരുന്നു. അവന്റെ ആ വിച്ച് ഗേൾ ഫ്രണ്ട്, അവന്റെ ഭാവി വധുവൊക്കെ ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെ. എന്നിട്ടും അവൻ എനിക്ക് സമയം തന്നു, എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾ ഒരുപാട് അടുത്തു കഴിഞ്ഞിരുന്നു. എനിക്ക് ഒട്ടും തന്നെ പേടിയില്ലായിരുന്നു അവൻ അവന്റെ ജീവിതത്തിൽ നിന്നും എന്നെ എടുത്തു കളയുമെന്ന്. അവന്റെ ഗേൾ ഫ്രണ്ട് തടയും, അല്ലെങ്കിൽ അവന്റെ ഭാര്യ തടയും എന്നൊക്കെ ഓർത്ത്. എനിക്കിപ്പോ നിന്റെ സഹായത്തിന്റെ ഒരാവശ്യമില്ല. എനിക്ക് നിന്റെ സഹായം കൊണ്ട് പൃഥ്വിയെ നേടിത്തരണ്ട. ബിക്കോസ് പൃഥ്വി എന്റേതായി കഴിഞ്ഞു. അവൻ എന്റെ അടുത്തേക്ക് തിരികെ വന്നു. സോ ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ്. സത്യം പറയട്ടെ മാനസി, നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതൊന്നും എന്റെ തലയിൽ ഇല്ല. ഞാൻ ഇവിടെ ഇത് നിനക്ക് തരാൻ വന്നയാ. പൃഥ്വിയുടെ എൻഗേജ്മെന്റിന്റെ കാർഡായത്.